വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. കോതമംഗലം അത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ലാബിന്റെ ഉദ്ഘാടനം നടത്തി. ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് എയ്റോസ്പേസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുരേഷ് സുന്ദരം ഉദ്ഘാടനം ചെയ്തു. What made me really happy was I just gave them very good experience and global challenges are going good. You're going to have one. ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എയ്റോസ്പേസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുരേഷ് സുന്ദരം ഉദ്ഘാടനം ചെയ്തു. Robotics space, I can see your students are doing in every piece of the verticals in robotic system. Power is embedded Vishnu, the kind of contribution that he has done in the lab, it's really amazing. Good to see that we are creating a new lab today. I always say robotics is an interdisciplinary science. Right? It brings faculty naturally from every discipline that is present in the institute, right? Be it electrical or mechanical or computer, communication. If you have to put all of them together, then only we'll have an autonomous systems, which is possible, right? ആധുനിക വ്യാവസായിക സാങ്കേതിക വിദ്യകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി സജ്ജീകരിച്ച ലാബിൽ യൂണിവേഴ്സൽ റോബോട്ട്സ് കമ്പനിയുടെ ആധുനിക കൊളാബറേറ്റീവ് റോബോട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യരോടൊപ്പം സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ റോബോട്ടുകൾ വിദ്യാർത്ഥികൾക്ക് വ്യാവസായിക ഓട്ടോമേഷൻ, പ്രോഗ്രാമിംഗ്, മനുഷ്യ റോബോട്ട് സംയോജിത പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ പ്രായോഗിക പരിശീലനം നേടാൻ സഹായകമാകും. അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു ജോസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ സോണി കുര്യാക്കോസ്, ലാബ് ഇൻചാർജ് പ്രൊഫസർ എൽദോ പോൾ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.